ഓക്കെ. ഞാനാണ് മാതൃബുദ്ധിഹ. അപ്പോൾ ബ്രദർ ബോയ്സിൻ്റെ വേറൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിൽ നെതർ കയറുന്നില്ല, നമുക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. നമുക്ക് ഏകദേശം ഒരു 10 സ്റ്റാക്കെങ്കിലും വേണ്ടി വരും. അയൺ പിന്നെ എവിടെ കണ്ടാലും വെറുതെ ഇടാൻ പാടില്ല. പിന്നെ അയൺ കിട്ടാൻ ഏറ്റവും നല്ല വൈ ലെവലിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. വൈ ലെവൽ 14. ഇപ്പോൾ കാണുമ്പോൾ 13 തോന്നുന്നത്, പക്ഷെ ഞാൻ ശരിക്കും 14 അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഇപ്പോൾ ഏകദേശം 8 സ്റ്റാക്ക് ഉണ്ടാവുമായിരിക്കും. ശരിയൊന്നും പോരാ. ഞാനിപ്പോൾ ഇവിടെ വന്നത് ഇൻവെന്ററി ഒന്ന് ക്ലീൻ ചെയ്യാനാണ്. പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കും, അണ്ണൻ്റെ വീടിൻ്റെ മുകളിൽ എന്താ റൂഫില്ലേ? റൂഫുണ്ട്, ഇത് ട്രാൻസ്പെറൻറ്റ് റൂഫാണ്. നിങ്ങൾക്ക് മഴ പെയ്യുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ, ഒരു തുള്ളി വെള്ളം കാറ്റ് കയറത്തില്ല. സ്റ്റോണൊക്കെ അവിടെ വെച്ചേക്കാം. എൻ്റെ ചാനലിന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്താൽ എൻ്റെ ഫർണസ് ഫാസ്റ്റ് ആവും. നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കൂടെ മഴ വരുന്നത് കാണാൻ പറ്റും. ഡോക്ടർ ഫിക്സിട്ട് ശരിയില്ല. ഞാൻ അപ്പോഴേ പണിക്കാരോട് പറഞ്ഞാണ് മര്യാദക്കിടണം. ഇവന്മാർ വേറെ മോശമായിട്ട് വെച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് മൊത്തം മഴ കയറി വരും. ഇത് വേറെ മൊത്തം പരിപാടി. എൻ്റെ പൈസ മേടിച്ചു. എൻ്റെ വീട്ടിലേക്ക് മഴ വരുന്നു. ഞാൻ നല്ല കാശ് കൊടുത്ത് ഡോക്ടർ ഫിക്സിറ്റ് ട്രാൻസ്പെറൻറ്റ് അടിച്ചു വെച്ചാണ്. അല്ലാതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നൊന്നുമില്ല. സീരിയസ്ലി എൻ്റെ പുറത്തുള്ള ഈ പശുവാണ് പ്രശ്നം. ഞാൻ പറയണ കള്ളാണെങ്കിൽ ഇപ്പം ഈ പശു ചത്തു പോകും. ഇതുകൊണ്ടില്ല, ഈ പശുവിന് ഒരു കുഴപ്പമില്ല. ഈ പശു നല്ലവനാണ്. പശുവിനെ തല കറങ്ങിപ്പോയി. ഇതിന് ഞാൻ ഉത്തരവാദിയില്ല. അയ്യോ ക്രീപ്പർ വീട്ടിൽ നിന്ന് കേട്ട് ഞാൻ തല്ലിയോ. എൻ്റെ പോർട്ടറിൽ നിന്നുണ്ട് പൊട്ടല്ലേ. അങ്ങനെ കിട്ടിയില്ല. പൊട്ടി. വീട്ടിൽ നോക്കണം. ഹീറോ ബ്രെയിൻ ജോയിൻ ദ ഗെയിം. ഏതാണ് ഈ ഹീറോ ബ്രെയിൻ? എൻ്റെ അടുത്തേക്ക് വന്ന ഹീറോ ബ്രെയിനൊക്കെ ഒന്നുമില്ല. മരം നട്ട് ഞാൻ ഹീറോ ബ്രെയിനെ കൊണ്ടുവിടുന്നു. ഇവിടെ ഫോറസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ഹീറോ ബ്രെയിൻ ചെയ്ത് ഹീറോ ബ്രെയിനെ ഞാൻ കൊല്ലും. എവിടെ ഉണ്ട് സോഡ്? ഹീറോ ബ്രെയിൻ ചാവട്ട. അയ്യോ എന്നെ കൊല്ലു. നീ ഹീറോ ബ്രെയിനെ ഞാൻ നോക്കിട്ടെ. അയ്യോ
കണ്ടല്ലോ, അവൻ എന്റെ മുന്നിലായിരുന്നു, പക്ഷെ അവൻ എന്നെ അടിച്ചു. എങ്ങനെ? അതെങ്ങനെ? എന്റെ മുന്നിലുള്ള എന്റെ മുന്നിൽ അവനെങ്ങനെയാ മുന്നിക്ക് ഓടിക്കൊണ്ട് അങ്ങനെ അടിച്ചു തന്നെ? ഇങ്ങനെയൊക്കെ പ്ലേയേഴ്സിന് ചെയ്യാൻ പറ്റുമോ? ഇതിന് ശരിക്കും ഹീറോ ബ്രെയിൻ ആണ്. എവിടെ ഹീറോ ബ്രെയിൻ ഫൈനലി ഒരു അടി അടിച്ചിട്ടുണ്ട്. അവർക്ക് സൂപ്പർ ഫാസ്റ്റാ. ഇവരെങ്കിലും ഇവിടെ അയ്യോ ഇവർക്ക് ടെലിപ്പോർട്ട് ചെയ്തു. അവങ്ങനെ അത്രയും റീച്ച് കിട്ടേ. ഹീറോ ബ്രെയിനെ കൊണ്ടുപോയി. ഇവര് ഈ ഹീറോ ബ്രെയിൻ ഇത്ര പവർഫുള്ള്. എന്റെ റെഡ് ശരിക്കും വർക്കാണ്. എവിടെ ഹീറോ ബ്രെയിൻ? അവിടെ ഇല്ലേ ഹീറോ ബ്രെയിൻ? റീസ്പോൺ ആവില്ല, പക്ഷെ ഞാൻ റീസ്പോൺ ആവും. അവിടെ ഹീറോ ബ്രെയിൻ 1v1 PvP മാച്ചോടാ. അല്ലാതെ ഇങ്ങനെ ഓടി കളിക്കല്ലേ. അയ്യോ 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 റൺ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും പവർഫുൾ സ്കില്ല്. അയ്യോ ഹീറോ ബ്രെയിൻ നമ്മൾ ഫ്രണ്ട്സ് ആണ്. വീണ്ടും ഇങ്ങോട്ടെത്തി. ഹീറോ ബ്രെയിനെ വീണ്ടും കൊന്നു. ഹീറോ ബ്രെയിനെ വീണ്ടും കൊന്നു. ഹീറോ ബ്രെയിന് ഏതവരവർ അവരൊക്കെ പുല്ലായി. ഹീറോ ബ്രെയിൻ തപ്പില്ലേ? ഹീറോ ബ്രെയിൻ തപ്പില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഹീറോ ബ്രെയിൻ നമ്മളെ കണ്ട പേടിച്ചോടുന്നു. ഓക്കെ ഓക്കെ ഗൈസ്, ഇത് ശരിക്കും നമ്മുടെ ഫ്രണ്ടാണ്. ഹീറോ ബ്രെയിനെ വീണ്ടും കൊന്നു. കണ്ണിന് ഒരു ലൈറ്റ് കേട്ടോ, ഒന്നും കൂടെ ഒരു അടി വന്നിട്ടോ. ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും എനിക്കറിയാം. എങ്ങോട്ടാ? ഞാനിവിടെ അടിച്ച് മൈനത് ഇവിടെ ഒരു കുഴി ഉണ്ടാക്കി രക്ഷപ്പെടാൻ നോക്കട്ടെ. ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള വഴി. എവിടെ ഫിഷ്? ഇത് കൂടുതൽ സേഫായിട്ട് വേറൊന്നുമില്ല.
ഞാൻ പറയാണ് ഇത് കൂടുതൽ സേഫ് ആയിട്ടൊന്നുമില്ല. എന്തോ തകരാറുണ്ടല്ലോ. ഓ നമ്മൾ മറ്റേ ജിയോയിഡ് കണ്ടുപിടിച്ച് ചെയ്തപ്പോ ജിയോയിഡ് കണ്ട്. അയ്യോ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അത്. അയ്യോ എന്റെ അപ്പുറത്തെ സൈഡ് അയ്യോ ഒരു സ്കെൽട്ടനും ഉണ്ട്. ഇവിടെ ഹീറോ ബ്രെയിൻ എന്ന് പറഞ്ഞ അന്ന് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ജിയോയിഡിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നുണ്ട്. അതിവിടെ ഫാം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ഇവിടെ ഇങ്ങനെ വെറുതെ വെച്ചാൽ പോരെ. ഇവിടെ ഇത് നമ്മുടെ എൻചാൻമെന്റ് ഏരിയ ആക്കാൻ പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ വെക്കണ്ട, നമ്മുടെ ഫാമാണിത്. കൊണ്ട് ഇവിടെ നമുക്ക് വെക്കാം. 3 ഉണ്ട്. ഇവിടെ ഒന്ന്, അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇതിന് മെല്ലെ വളർന്നു വരുന്നതാണ് തോന്നുന്നത്. അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ. അപ്പോൾ ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതാക്കാൻ പറ്റുമോ? ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. അത് നടക്കത്തില്ല. ഇത് ഫാം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കെന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്ത് വെക്കാം. ഇനി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഐഡൻറ്റിറ്റി എന്നിട്ട് അവിടെ പോയിട്ട്. ഞാനിപ്പോൾ ചെന്ന തന്നെ ഒരു ഹാർട്ടിലും കണ്ടാണ്. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ഫുള്ള് ലൈഫ് ഉണ്ടാകുമ്പോൾ കയറാം. You can only sleep during night. ഇത് നൈറ്റ് ആയിക്കൊണ്ട് ചെല്ലും. അല്ല നമ്മളോടാ കളി. ഹീറോ ബ്രെയിൻ ബേൺഡ് ടു ഡെത്ത്. സത്യത്തിൽ ഹീറോ ബ്രെയിൻ നമ്മളുടെ ഒരു ഫ്രണ്ടാണ്. അതിനിപ്പോൾ ഇവിടെ റെസ്പോൺ ആവേണ്ടതാണ്. ഹീറോ ബ്രെയിൻ ബേൺഡ് ടു ഡെത്ത് ആണെങ്കിലും ഹീറോ ബ്രെയിൻ ഇവിടെ ഒന്നും പറ്റില്ല. ഓക്കെ, ഇപ്പോഴാണ് ഹീറോ ബ്രെയിൻ ശരിക്കും ചാവുന്നത്. ഹീറോ ബ്രെയിൻ ചാടി ക്രിട്ടിക്കൽ ഡാമേജ് അറിയാൻ വേണ്ട, മൾട്ടിപ്ലെയറിന്ന് ഇറങ്ങിയിടുക. അപ്പം നമുക്ക് നാളെ പണി തുടങ്ങും. നമ്മളിവിടെ മോപ്പാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര കുറേ കേവൊക്കെ ഉള്ള സ്ഥലമാണ്. നമുക്കൊരു 10 ബ്ലോക്കൊക്കെ ഹൈറ്റ് ചെന്നാൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആവും. പക്ഷേ എന്തെങ്കിലും വേണ്ട, ഇത് ഇവിടെ ഉണ്ടാക്കാം. എൻചാൻമെന്റ് ഏരിയൻ്റെ അടുത്തുണ്ടാക്കിയാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന XP വെച്ച് തന്നെ എൻചാൻറ്റ് ചെയ്യാം. അതൊരു നല്ല ഐഡിയ ആയിരിക്കും. ഞാനിവിടെ എൻചാൻമെന്റ് ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തിട്ടില്ല. കാര്യം എൻ്റെ കയ്യിൽ ബുക്ക് ഉണ്ടാക്കാൻ ലെതർ കുറവാണ്. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ടാക്കാം. ഞാൻ സ്റ്റോണൊക്കെ വീട്ടിൽ വെച്ച് പോകണം. എല്ലാ കാര്യം തുടങ്ങുമ്പോൾ അങ്ങനെ എന്തെങ്കിലും മറക്കണമല്ലോ, ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. ഹീറോ ബ്രെയിൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ആദ്യം ഇൻവെൻ്ററി നോക്കിയിട്ട് ഫെദർ
ഇത് നമ്മൾക്ക് മോബ്സ് നിന്ന് കിട്ടിയത് ആൻഡ് ഫാമിൽ നിന്ന് കിട്ടിയത് അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഓക്കെ, ക്യാരറ്റ് ഫാം ചെയ്യാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുക. ഇത് നമുക്ക് വേണ്ട ഇൻവെൻട്രി സോർട്ട് ചെയ്യാം. 3, 2, 1 ഗോ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഹീറോ ബ്രെയിൻ. സ്കിന്നിപ്പോൾ വേറെയാണല്ലോ. ഇവൻ ഹീറോ ബ്രെയിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്, പക്ഷെ പേര് മാറ്റിയിട്ടില്ല. നമ്മളിവിടെ മോബ് ഫാമിൻ്റെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഏകദേശം എന്ന് പറഞ്ഞാൽ ഫുൾ മിസ്റ്റേക്കാണ്. നമുക്ക് ചെറും ഉണ്ടാക്കാൻ 10 സ്റ്റാക്കാണെങ്കിൽ നമ്മളുടെ അവസ്ഥ കാരണം നമുക്കൊരു 20 സ്റ്റാക്കൊക്കെ വേണ്ടി വരും. ഇനി നമുക്കിവിടെ വെള്ളം ഒഴിക്കുക. അതായത് നമ്മളിനി മുകളിൽ കയറി പോകാനുള്ളതാണ്. എന്നിട്ടൊരു ബക്കറ്റും കൂടി വെള്ളം എടുക്കണം. മോബ് ഫാം ഉണ്ടാക്കാൻ അറിയാത്തവർ ഇത് സ്കിപ്പ് ചെയ്യണ്ട. ഇനിയിപ്പോൾ ഒരു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 20 23 ബ്ലോക്ക് പോകണം. എന്തായാലും 23 പോകുന്നുണ്ട്. അവിടെ വയ്ക്കാൻ പറ്റില്ല. 1 2 നമുക്ക് കോർഡിനേറ്റ്സ് വെച്ച് നമ്മൾ എത്ര ബ്ലോക്ക് പോകുന്നു മനസ്സിലാക്കല്. ഇപ്പോൾ അവിടെ 68 1 2 3 4 5 6 7 8 9 10 9 11 12 13 14 15 16 17 18 19 20 ഇത് കുറച്ച് കൂടുതലാണെന്നൊരു ഡൗട്ട് വരുന്നുണ്ട്. പിന്നെ 22 21 22 കറക്റ്റ്. അപ്പോൾ ഇത് മൊത്തം ചെയ്ത് കാണിച്ചിട്ട് ചെയ്ത് തീർത്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ സമയം കുറേ ആയതുകൊണ്ട് ഞാനിനി അടുത്ത വീഡിയോയിൽ ബാക്കി ഉണ്ടാക്കാം. ഓക്കെ, എന്നാൽ ശരി.